ഹലോ ഗൈസ്, നമസ്കാരം. ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം. നമ്മുടെ ചാനലിലെ ബാൾഡാം ബിയഡ് റിയാക്ട്സിലെ 2025 ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ഈ ആദ്യത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ടൈം എടുത്തു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ കൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ തന്നെയാണ് എന്താണ് നമ്മുടെ തീരുമാനം. നമ്മൾ 2024 ചെയ്തതുപോലെ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് 2021 ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. സോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ. സോ ഗൈസ്, കില്ലർ ഓൺ ദ ലൂസ് ഹനുമാൻ കൈൻഡിന്റെ നമ്മളെ റൈഫിൾ ക്ലബിലെ ഒരു അഡാർ സാധനം, ഒരു വീഡിയോ സോങ് കയറി വന്നിട്ടുണ്ട്. നമ്പർ 1 ഓൺ ട്രെൻഡിങ്ങിലാണ്. സിനിമ കണ്ടവർക്ക്, പ്രത്യേകിച്ച് സിനിമ കണ്ടവർക്ക് ഈ ഒരു പാട്ട് മറക്കാൻ ഇടയില്ല. സോ ഹനുമാൻ കൈൻഡ് ഓൺ ദ സ്ക്രീൻ ആൻഡ് റൈഫിൾ ക്ലബ് കില്ലർ ഓൺ ദ ലൂസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. On the loose. OPM servers. ഹെഡ്ഫോൺ വെച്ചിങ്ങനെ ഇരിക്കണം പാട്ട് കേൾക്കണമെങ്കിൽ. ദേ വരുന്നത് ജിന്ന്. ഒറ്റ കാര്യം പറയാം, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സംഭവം. ഇൻട്രോ ആണ് ചെക്കന്റെ, ഈ സിനിമയിൽ തന്നെ ഇൻട്രോ ആണ് ചെക്കന്റെ. ഐ മീൻ ഹനുമാൻ കൈൻഡിന്റെ. ഓ മൈ ഗോഡ്, തിയേറ്ററിൽ ഇരുന്ന് കണ്ടവർക്ക് ഇത് സാധനം മറക്കൂല എന്തായാലും. ലെറ്റ്സ് സീ അഗൈൻ. നടത്തണ്ടല്ലേ സ്വാഗ് സാധനം. മ്യൂസിക്കിനെ കുറിച്ച് പറയാനുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. ഇന്റർനാഷണൽ സ്വാഗ് മാൻ. ഇടക്ക കൊടുക്കുന്ന സാധനം, ഈ സാധനം വേറെ ലെവലാണ് കേട്ടോ. വേറെ എവിടെയോ കേട്ടിട്ടുണ്ട്. വൗ, യെസ്. Oh man. Aiva. Look at the spine now. Oh. Right here, man. വാണിയ വിശ്വനാഥിന്റെ സ്മൈലാണ് നമുക്ക്. അതില് ബാക്കിൽ എന്തൊക്കെയുണ്ട് ആ ചിരിയുടെ. Right here. Oh, I see it. Wow. Experiments in 4K Dolby Atmos. Guys, 100% തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് റൈഫിൾ ക്ലബ്ബ്. ബിക്കോസ് ഓഫ് ദ BGM, ബിക്കോസ് ഓഫ് ദ സോങ്, BGM കളർ ഗ്രേഡിംഗ് ആണെങ്കിലും മൊത്തത്തിൽ ഈ ഒരു പാട്ടൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സംഭവം, മ്യൂസിക് സംഭവങ്ങളെല്ലാം തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് അന്യായ ഫീലാണ്, വേറെ ലെവൽ ഫീലാണ്. അതുകൊണ്ട് തന്നെയാണ് റൈഫിൾ ക്ലബ്ബ് വേറെ തന്നെ എടുത്ത് നിൽക്കുന്നത്. ബിക്കോസ് തിയേറ്റർ മസ്റ്റ് വാച്ച് തിയേറ്റർ. ഈ 4K ആറ്റംസ് ഡോൾബി സംഭവത്തിൽ കാണേണ്ട ഒരു സംഭവമാണ്. ആൻഡ് ഹനുമാൻ കൈൻഡ് ദാറ്റ് സ്വാഗ് ഉണ്ടല്ലോ, ദാറ്റ് ഇന്റർനാഷണൽ സ്വാഗ് ഉണ്ടല്ലോ. നമ്മളെ മറ്റേ ഇതിൽ കണ്ടതുപോലെ, മറ്റേ മുപ്പര ഒരു വൈറൽ സോങ്ങിൽ കണ്ടതുപോലെ ആ ഒരു സ്വാഗ് നിലനിർത്തിക്കൊണ്ട് തന്നെ അടാർ. വെറുതെ അങ്ങനെ നടന്നാൽ മതി ചെക്കൻ, വെറുതെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ആ ഒരു സ്വാഗ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ്
മൂപ്പര് ഇൻട്രോ സീനും കൂടിയാണത്. അപ്പൊ തിയേറ്ററിൽ അത് കണ്ടവർക്ക് കുറച്ചും കൂടി ഒന്ന് കത്തും. എന്റെ അവസാനം വാണി വിശ്വനാഥായിട്ടുള്ള ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിനപ്പുറം കഴിഞ്ഞിട്ട് വാണി വിശ്വനാഥ് ഒന്ന് ചിരിക്കുന്നുണ്ട്. ആ ചിരിയിൽ എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് അത് സിനിമ കണ്ടവർക്ക് കത്തിയിട്ടുണ്ടാവും. ആൻഡ് ഒബ്വിയസ്ലി 100% തിയേറ്റർ വാച്ച് ആണ്. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് പലർക്കും ഉള്ളൊരു സംശയമാണ്, ഇത് പാടിയിരിക്കുന്നത് ഹനുമാൻ കൈൻഡ് ആണോ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹനുമാൻ കൈൻഡ് ആണോ എന്നുള്ളത്. പക്ഷെ എനിക്കും ആ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല. മ്യൂസിക് കമ്പോസ്ഡ് ബൈ റെക്സ് വിജയൻ ആണ്. റെക്സ് വിജയന്റെ വേറൊരു അണ്ടർ റേറ്റഡ് സംഭവമാണ് ഉള്ളത്. ആക്ച്വലി റെക്സ് വിജയൻ തന്നെ കുറെ പാട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്, കുറെ മ്യൂസിക് ഉണ്ട്, കോമ്പോസിഷൻ ഉണ്ട്. പക്ഷെ എല്ലാം നമുക്കൊരു അണ്ടർ റേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത്രയും കഴിവുള്ളൊരു, അത്രയും റാപ്പില് ആ മിക്സിങ്ങിലൊക്കെ വേറെ ലെവലാണ് റെക്സ് വിജയന്റെ ആ സംഭവങ്ങൾ. പിന്നെ വോക്കൽസ് ആൻഡ് ലിറിക്സ് ഇമ്പാച്ചിയാണ് വോക്കൽസ് ആൻഡ് ലിറിക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സോ അങ്ങനെ തന്നെയാണ് സംഭവം. ഹനുമാൻ കൈൻഡിൽ ഇതിൽ പാടിയിട്ടോ ലിറിക്കിലൊന്നും ഉള്ള കംപ്ലീറ്റ്ലി ഫോർ ആക്ടിങ്ങിനാണ് മൂപ്പര് വന്നിട്ടുള്ളത്. സോ പടപ്പായിട്ട് ആക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് 2025 ഒരുപാട് സിനിമകൾ, ഒരുപാട് എക്സ്പെക്ടേഷൻസ്, ഒരുപാട് വമ്പൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓൺലൈനാണ്, ക്യൂയിലാണ് ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കംബാക്കുകൾ നമുക്ക് കാണാൻ പറ്റും തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഒരുപാട് നമ്മൾ 2024 കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ, മമ്മൂക്കാടെ സിനിമകൾ, അങ്ങനെ കുറെ പ്രൊജക്ട്സ് മലയാള സിനിമേനെ ഒന്നും കൂടി 2024 മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അത്ര പീക്കിലായിരുന്നു സംഭവം. ഒരുപാട് സിനിമ നമ്മള് എന്താണ് മഞ്ഞുമൽ ബോയ്സ് മുതൽ ബ്രഹ്മയുഗം മുതൽ അങ്ങനെ കയറി തുടങ്ങിയതാണ്. ഇപ്പൊ ലാസ്റ്റ് മാർക്കോൽ എത്തി നിൽക്കുന്നത് വരെ മലയാള സിനിമയുടെ ഓട്ടം എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. 2025 അതേപോലെ തന്നെ വേണം, അതേപോലെ തന്നെ ഉണ്ടാവും തന്നെയാണ് നമ്മളെ പോലുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെക്ടേഷൻ. എന്തായാലും കുറെ ലൈനപ്പ് മൂവീസ് ഉണ്ട്, ഒരുപാട് പ്രൊജക്ട് റിലീസ്, പ്രൊജക്ട് അനൗൺസ്മെന്റ് ഉണ്ട്, കുറെ പ്രൊജക്ടിനെ കുറിച്ചുള്ള സംസാരങ്ങളുണ്ട്. എന്തായാലും വരട്ടെ, അഡാറ് പവറായിട്ട് അങ്ങോട്ട് കയറി വരട്ടെ. മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഈ ചെറിയ ചാനലും 2025 ഇങ്ങനെ പറന്ന് വളരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹം. സോ അതിനുവേണ്ടി ഒരുപാട് എന്തായാലും വർക്ക് ചെയ്യുന്നതാണ്. 2024 പോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി മികച്ചതായി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നാണ് തന്നെയാണ് വിശ്വാസം. സോ നിങ്ങൾ കൂടെ ഉണ്ടാവുക. സോ കീപ് വാച്ചിങ് ഗൈസ് ആൻഡ് റിമെമ്പർ ദ നെയിം ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.